നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. അതിരപ്പള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാൻ ആക്രമണം. അതിരപ്പള്ളി അമ്പലപ്പാറയിൽ ദമ്പതികളെ കാട്ടാൻ ആക്രമിച്ചപ്പോൾ മലക്കപ്പാറ റോപ്പമട്ടത്ത് ചായ കുടിക്കാനെത്തിയ യുവാവിനാണ് കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. കാട്ടാനക്കൂട്ടങ്ങളെ തുരത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ 2 പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന ആനയെയും കേശവൻകുട്ടി എന്ന മറ്റൊരു ആനയുമാണ് പാപ്പാൻ മർദ്ദിക്കുന്നത്. 1 മാസം മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നിലമ്പൂർ മാഞ്ചേരി കോളനിയിൽ നിന്നും കാട് കാക്കാൻ ഇനി രവീന്ദ്രനും. നിലമ്പൂർ ഉൾക്കാടുകളിലെ ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും 2ാമത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായാണ് പി രവീന്ദ്രൻ എന്ന 27കാരൻ ചരിത്രത്തിൽ ഇടം നേടുന്നത്. ഇന്ത്യയിലെ പ്രാചീന ഗോത്രവർഗ വിഭാഗങ്ങളിൽ ഒന്നാണ് ചോലനായ്ക്കർ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിൽപ്പന സംസ്ഥാനത്ത് ആരംഭിച്ചു. തൃശൂരിൽ 29 രൂപ നിരക്കിൽ ഇന്ന് 150 പാക്കറ്റ് പൊന്നിയരി വിൽപ്പന നടത്തി. നാഫ്ഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയവർക്കാണ് വിതരണ ചുമതല. മറ്റു ജില്ലകളിലും അടുത്ത ദിവസം മുതൽ വാഹനങ്ങളിൽ വിതരണം തുടങ്ങും. കവി ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല, ഭാവി പക്ഷമാണെന്ന് പ്രശസ്ത കവി KG ശങ്കരപ്പിള്ള. KGS കവിതകളെ മുൻനിർത്തി നീതിയും കവിതയും എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതിപക്ഷമാണ് ഭാവി പക്ഷം, KGS പറഞ്ഞു. കൊരട്ടിയിൽ നടത്തിയ മികവായ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഫാദർ ഡേവിസ് ചിറമേൽ, മുൻ SHO BK അരുൺ എന്നിവർക്ക് കൊരട്ടി പൗരാവലിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ആദരവ് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക സാംസ്കാരിക കാരുണ്യ മേഖലകളിൽ ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ആദരവ് നൽകുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ പ്രതിനിധി സമ്മേളനം നടന്നു. രാവിലെ പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ ഇന്ന് നടന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPM മേത്തല ബൂത്ത് കമ്മിറ്റി ഗൃഹസന്ദർശന പരിപാടി നടത്തി. അഞ്ചപ്പാലം പരിസരത്ത് നടത്തിയ പരിപാടി മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ ഉദ്ഘാടനം ചെയ്തു. KKTM സീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ റൈറ്റിംഗ് പാഡ് ചെയറുകൾ വിതരണം ചെയ്തു. ഡോക്ടർ വിജയമോഹൻ, ഡോക്ടർ ഷീല ദമ്പതികൾ സ്പോൺസർ ചെയ്ത റൈറ്റിംഗ് പാഡ് ചെയറുകളാണ് വിവിധ വായനശാലകൾക്ക് വിതരണം ചെയ്തത്. തിരക്കഥാകൃത്ത് PS റഫീഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 4 ലക്ഷം രൂപ വിനിയോഗിച്ച് 110 പേർക്കാണ് കട്ടിലുകൾ നൽകിയത്. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോട് സമാപിക്കുന്നു. നമസ്കാരം.